ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ഒരു വാർത്ത വരുന്നത് മാങ്ങാനം ആനത്താനത്തിന് സമീപം കൂറ്റൻ മൺതിട്ട ഇടിഞ്ഞു വീണു. വീടിനും ആരാധനാലയത്തിനും കേട് സംഭവിച്ചു. 30 അടി ഉയരത്തിൽ നിന്നാണ് മണ്ണിടിഞ്ഞത്. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? വീട്ടിൽ ആൾ ഉണ്ടായിരുന്നോ ഈ അപകടം നടക്കുമ്പോൾ? വിശദാംശങ്ങൾ. അനുജ, മാങ്ങാനം ആനത്താനത്താണ് ഈ സംഭവം ഉണ്ടായത്. ഇന്ന് 11:30യോടുകൂടിയാണ് ഈ ഒരു വലിയൊരു അപകടം ഉണ്ടായത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഒരു വീടിന്റെ തൊട്ട് പിൻവശത്തുള്ള ഒരു മൺതിട്ടയാണ്. അത് നനഞ്ഞ് കുതിർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. അങ്ങനെ ആ മഴ ശക്തമായി പെയ്തതിനെ തുടർന്ന് വീടിന്റെ പിൻവശത്ത് ഉള്ള പുരയിടത്തിലെ ആ ഒരു മൺതിട്ട ഇടിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു. നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം, വീടിന്റെ അടുക്കള ഭാഗത്തേക്കാണ് ആ ഇടിഞ്ഞ് വീണ മണ്ണും കല്ലും എല്ലാം കൂടി വന്ന് അടിഞ്ഞിരിക്കുന്നത്. അത്രത്തോളം വലിയൊരു അപകടമായിരുന്നു. ഈ സമയത്ത് ഈ വീട്ടിൽ പുറത്താരുമില്ലായിരുന്നു, പക്ഷേ വീടിനുള്ളിലുണ്ടായിരുന്നു. അന്നമ്മ മാത്യു എന്ന് പറയുന്ന ആളുടെ വീടാണ് ഇത്. അവരും അതോടൊപ്പം തന്നെ അവരുടെ 2 പേരക്കുട്ടികളും ഉണ്ടായിരുന്നു. എന്തായാലും ആർക്കും തന്നെ പരിക്കൊന്നും ഏറ്റിട്ടില്ല. തൊട്ടടുത്തുള്ള ഒരു സ്ഥാപനമുണ്ട്, ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്. അതിൻ്റെ ഭിത്തിയിലേക്ക് ഒരു വലിയ കൂറ്റൻ കല്ല് താഴേക്ക് വീണ് ആ അതിൻ്റെ ഭിത്തി തകർത്തിട്ടുണ്ട്. അത് അകത്തേക്ക് തന്നെ ആ മണ്ണും കല്ലുമെല്ലാം വീണിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അന്നമ്മ ചേച്ചി കൂടി നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. എപ്പോഴായിരുന്നു സംഭവം നടന്നത്? 11 കാലായപ്പോ. അപ്പൊ ഞാനെന്റെ മോൻ കൊച്ചും ഇവര് 2 പേരും, ഞങ്ങൾ 2 പേരും 3 പേരുള്ള. അങ്ങനെ അറിയാൻ പറ്റില്ല. ആ കല്ല് വീഴ്ച ചിലപ്പോ ഈ വലിയ മഴയത്ത് വീഴുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നഷ്ടങ്ങൾ ഞങ്ങളുടെ പൈപ്പ് മുഴുവനും പോയിരിക്കുക. പിന്നെ ആ അടുക്കളയുടെ കഥവും പോയി. പിന്നെ ഭിത്തിക്ക് വല്ല കേടുകൊണ്ടൊന്നും ഇനി മണ്ണ് മാറ്റാനില്ലേ അറിയാനൊക്കെ ഉള്ളൂ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള സ്ഥാപനത്തിലെ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ അവിടുത്തെ ആളും കൂടിയുണ്ട്. രാവിലെ ഒരു 11:30 മണിയോടെയാണ്. അപ്പം ഞാനിവിടെ സ്ഥലത്തില്ലായിരുന്നു, പിള്ളേരുണ്ടായിരുന്നു. ഈ വീട്ടിൽ അമ്മച്ചിയും പിള്ളേരും ഉണ്ടായിരുന്നു. ഒരു വലിയ ശബ്ദത്തോടെ കല്ലിങ്ങനെ ഉരുണ്ട് വീണതാണ്. ആ കല്ല് വന്ന് മതിലിടിച്ച് മതിൽ തകർന്നു. പിന്നെ ഹോളിന്റെ ഭിത്തി തകർന്നു. പിള്ളേർ മുകളിലുണ്ടായിരുന്നു. വലിയൊരു അപകടം ഒഴിവായി. ഞെട്ടിക്കുന്ന ഒരു അപകടം തന്നെയാണ്. ഒരുപക്ഷെ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമെന്ന് നമ്മൾ പോലും വിചാരിക്കില്ല. കാരണം അതുപോലത്തെ ഒരു സ്ഥലമാണ്. പക്ഷേ ഇവിടെയുള്ള ഒരു ചെരിഞ്ഞ ഭിത്തി അല്ലെങ്കിൽ മറ്റൊരു പുരയിടമാണ്. അവിടെ നിന്നും കൂറ്റൻ കല്ലുകളും മണ്ണും ഇടിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു. എന്തായാലും ഇപ്പോഴും അപകട സാധ്യതയുണ്ട്. കാരണം മുകളിൽ മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. ശക്തമായ കാറ്റ് വീശുകയാണെങ്കിൽ വീണ്ടും മണ്ണിടിയാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പുലർത്തണമെന്ന് തന്നെയാണ് ഇവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇത്തരത്തിലുള്ള ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലും അതുപോലെ തന്നെ മരം കടപുഴകി വീഴുന്ന സാഹചര്യമെല്ലാം തന്നെ കോട്ടയം ജില്ലയിലുണ്ട്. അതിശക്തമായ മഴയാണ് ഇപ്പോഴും കോട്ടയത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, കോട്ടയം ജില്ലയിൽ ശക്തമായ മഴ നിലവിൽ പെയ്യുമ്പോഴാണ് മാങ്ങാനത്ത് നിന്ന് വന്ന വാർത്ത. കൂറ്റൻ മൺതിട്ട ആനത്താനത്താണ് ഈ സംഭവം ഉണ്ടായത്. അവിടെ കൂറ്റൻ മൺതിട്ട ഇടിഞ്ഞു വീണു. വീടിനും ആരാധനാലയത്തിനും കേടുപാട് സംഭവിച്ചു. പക്ഷേ ആർക്കും പരുക്കില്ല. 30 അടി ഉയരത്തിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞു വീഴുകയായിരുന്നു. ടോബി ജോൺസൺ ആണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്.